പറഞ്ഞപ്പോ നല്ലതായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം നിങ്ങൾ തീരുമാനിച്ചേ നമ്മൾ പിടിച്ചില്ലെങ്കിൽ ഇവർ വിടത്തില്ല. കയ്യിൽ കൊടുത്ത് റിഹേഴ്സൽ കൊടുത്ത് പേടിയില്ലാതെ പിടിക്കാൻ പറഞ്ഞപ്പോൾ പിടിച്ചൊക്കെ കഴിഞ്ഞപ്പോ സാറ് പറയാൻ ചെയ്ത് എനിക്ക് അറിയായിരുന്നു നീ അങ്ങനെ പറഞ്ഞ ചെയ്യും. പാമ്പാണെങ്കിൽ പോലും അതൊക്കെ ഒറിജിനൽ പാമ്പ്, അതൊക്കെ എങ്ങനെ അതൊക്കെ പിടിക്കാൻ പറ്റും? അത് അത്ര മനക്കെട്ടിട്ട് ഉണ്ടായിരുന്നോ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്? അല്ല, സത്യത്തിൽ ഫസ്റ്റ് പറഞ്ഞപ്പോ പേടിയായിരുന്നു. എന്നോട് ചോദിച്ചത് ഫസ്റ്റ് പറഞ്ഞപ്പോ നല്ലതായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഭയങ്കര ഇതായിരുന്നു. പിന്നെ കയ്യിൽ കൊടുത്ത് റിഹേഴ്സൽ കൊടുത്ത് പേടിയില്ലാതെ പിടിക്കാൻ പറഞ്ഞപ്പോൾ ഇവള് അവസാനം ഇവള് തീരുമാനിച്ചേ നമ്മൾ പിടിച്ചില്ലെങ്കിൽ ഇവർ വിടത്തില്ല. ആക്ച്വലി നമ്മുടെ ഡയറക്ടറിന് അതിന് മുൻപ് തന്നെ ഞങ്ങളൊരു മെഗ ഒന്നിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറിന് എന്റെ പൾസ് അറിയാം. എന്നെ കൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യാനായിട്ട് മാക്സിമം അത് ഭയങ്കര ഇതാണ്. സുജിത്തേട്ടന്, സംവിധായകൻ സുജിത്തേട്ടന്, ചന്ദ്രമഴന് അത് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ചേട്ടനാണ്. സാറ് നമ്മളൊന്നും ഇങ്ങനെ പിരികേറ്റുന്നുണ്ടല്ലോ. എന്റെ അത് പിടിച്ചൊക്കെ കഴിഞ്ഞപ്പോ സാറ് പറയാൻ ചെയ്ത് എനിക്ക് അറിയായിരുന്നു നീ അങ്ങനെ പറഞ്ഞാൽ ചെയ്യണം. സാർ ചെയ്യിപ്പിക്കും, എന്തായാലും അങ്ങനെ ചെയ്യിപ്പിക്കും. നമ്മള് ഇവരെല്ലാരും കൂടെ ചേർന്നേ, സുജിത് സാറിന്റെ കൂടെ ചേട്ടൻ അണ്ണനൊക്കെ ചേർന്നടാ ഇവള് പിടിച്ചപ്പോൾ ആദ്യം ഓട്ടം പിടിച്ചത് ഞാനാണ്. എനിക്ക് ഓരോ സ്ഥലത്തുനിന്ന് ഗിഫ്റ്റുകൾ അയച്ചു തരുന്ന അമ്മമാരുണ്ട്. ചന്ദനമഴയുടെ ഫാൻസ് എന്ന് പറയാനേ പറ്റില്ല അവരടുത്ത്. അവരെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം പോലെയാണ്. ചേട്ടൻ അമ്മയുടെ അടുത്ത് പോയി ഒരാഴ്ച എങ്ങാണ്ട് താമസിച്ചു എന്നൊക്കെയാ പറഞ്ഞായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെന്നൈയിൽ എൻ്റെ വീട്ടിൽ പറഞ്ഞു. അപ്പൊ ദീപാവലി സമയത്തേക്ക് ഞാൻ അമ്മയെ കൊണ്ടുപോയി. ഇപ്പൊ തമിഴ്നാട്ടില് ദീപാവലി ഭയങ്കര ഫെസ്റ്റിവൽ അല്ലേ. അപ്പോൾ ആ ദീപാവലി സമയത്തേക്ക് അമ്മയെ കൊണ്ട് അമ്മയ്ക്ക് ഒരു സാരി മേടിച്ച് കൊടുത്ത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞിയുടെ മുത്തശ്ശിയെ പോലെ അവർ ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായി കാണുമ്പോൾ. ഇതുപോലെ വേറെ അമ്മമാരും ഒരുപാടുണ്ട്, ചേച്ചിമാരുണ്ട്. എനിക്ക് ഒരുപാട് എല്ലാവരും ഇപ്പോൾ എൻ്റെ ഫാമിലി ഫ്രണ്ട്സാണ്. കണ്ണൂരിൽ ലിജ ചേച്ചിന്ന് ഒരു ചേച്ചിയുണ്ട്. ഞാൻ ചേച്ചിനാണ് വിളിക്കാം. അവർക്ക് മൂത്ത മോണ് പോലെ തന്നെ അവരെന്നെ പറയും. അവരുടെ 2 മക്കളും ന്യൂസിലാൻഡിലും കാനഡയിലും ഉണ്ട്. അവരൊക്കെ അണ്ണാൻ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തോട് 2 അനിയന്മാർ എന്നോട് അങ്ങനെ പെരുമാറും. പിന്നെ ഷീന ചേച്ചിന്ന് ഒരു ചേച്ചിയുണ്ട്, അവർ UK-ലാണ്. അവർ ഓരോരോ വർഷവും വന്നാൽ എൻ്റെ വീട്ടിൽ അവർ വരും. നെക്സ്റ്റ് ഇയർ ഞാൻ അവരുടെ നാട്ടിൽ പോകും, ചെങ്ങന്നൂരിൽ. ഓക്കെ ഫൈൻ. സോ അടുത്തൊരു സാധനത്തിലേക്ക് പോകുന്ന ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഈ ഫോട്ടോയുമായിട്ട് നിങ്ങളുടെ സീരിയലിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതെന്താ? അതെ, അഞ്ജലി കുഴക്കണിൽ വീഴുന്നതിന് കൺമണി മോളെ ചേട്ടൻ വിളിക്കുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇത് ഇതിനകത്ത് കുറെ ട്രോൾ വന്നിരുന്നു. അതാ ഈ ട്രോളില് മോളെ നമ്മൾ കുട്ടിക്കാലത്ത് കളിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? പോടാ തെണ്ടി, എനിക്കൊന്നും ഓർമ്മയില്ല, പോടാ വെട്ടി. ഓക്കെ സോ